കോട്ടയം നഗരസഭയിലെ 211 കോടി രൂപയുടെ തട്ടിപ്പിന്റെ വിവരം കഴിഞ്ഞ ദിവസമാണ് ജാഗ്രത ന്യൂസ് പുറത്തുവിടുന്നത്. ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. ഇന്ന് LDF നേതൃത്വത്തിൽ കോട്ടയം നഗരസഭയിലേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് തുടക്കമിടുന്നത്. നാളെ ചൊവ്വാഴ്ചയായ നാളെ BJP നേതൃത്വത്തിൽ ഇപ്പോൾ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നഗരസഭയ്ക്ക് അകത്തും പുറത്തും ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നാണ് BJP ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. BJP കോട്ടയം ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാലും അതുപോലെ തന്നെ മണ്ഡലം പ്രസിഡന്റ് VP മുകേഷും ഈ ഒരു വിഷയത്തിൽ ജാഗ്രത ന്യൂസിനോട് പ്രതികരിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് കാണാം. കോട്ടയം നഗരസഭയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ കാണുമ്പോൾ അക്ഷരാർത്ഥത്തിൽ കേരളത്തിൽ തന്നെ ലജ്ജിക്കുന്ന തരത്തിലുള്ള വലിയ അഴിമതിയുടെ ഒരു കഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും നമ്മൾ കേട്ട് അറിവുള്ള അഴിമതിയുടെ തുകയുടെ അത്രയും ഈ കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ 211 കോടി രൂപയുടെ വെട്ടിപ്പ് എന്നൊക്കെ പറയുമ്പോൾ അതിനെ ഇത്ര വലിയ രീതിയിൽ ഈ അഴിമതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് ആരാണ് എന്ന വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്യണമെന്നാണ് BJP ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു സ്റ്റാഫ് പെൻഷൻ തുക മാറ്റിയതുമായി ബന്ധപ്പെട്ട് കോട്ടയം നഗരസഭയിൽ നിരവധി വിഷയങ്ങളുണ്ടായി. പക്ഷേ അന്ന് തന്നെ BJP ആവശ്യപ്പെട്ടിരുന്നു സമഗ്രമായ ഒരു വിജിലൻസ് അന്വേഷണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അത് വിജിലൻസിന് ആ കേസ് കൈമാറാൻ വേണ്ടിയിട്ട് ഇത്രയും കാലതാമസം ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഇത്ര വലിയ അഴിമതി ഉണ്ടാകുമ്പോഴും യാതൊരു നടപടിക്രമങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത് ആശ്ചര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കേവലം കണക്കുകൾ പുറത്തു വരുന്നതിനപ്പുറത്തേക്ക് ഇതിൻ്റെ കുറ്റക്കാരെ കണ്ടെത്തി അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള യാതൊരു നടപടിക്രമങ്ങളും ഉണ്ടാവുന്നില്ല. ഇതിനെതിരായ ശക്തമായ പ്രതിഷേധം അന്നും BJP ഉന്നയിച്ചിരുന്നു. ഇനിയും BJP ശക്തമായ പ്രതിഷേധവുമായി കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്ര ലാഘവത്തോട് കൂടിയിട്ട് പണം കൈകാര്യം ചെയ്യുന്ന 211 കോടി രൂപ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ വാല്യൂ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു മുനിസിപ്പാലിറ്റിയിലെ കണക്കാണ് ഇപ്പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്ര ഭീമമായ അഴിമതിയിലേക്ക് പോകാൻ പാകത്തിനുള്ള സാഹചര്യം ഉണ്ടായതിൻ്റെ പിന്നിൽ അതിന് ആരൊക്കെ പങ്കുണ്ടോ എന്നത് കൃത്യമായി അന്വേഷിച്ച് നടപടിയെടുക്കണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. കോട്ടയം നഗരസഭയിൽ ഏതാണ്ട് 2 മാസങ്ങൾക്ക് മുമ്പ് ഒരു 3 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നു. അത് നിസ്സാരമായിട്ട് ഒരു ക്ലാർക്ക് മാത്രം കൈകടത്തിക്കൊണ്ട് ഒരു 3 കോടി രൂപയുടെ സാധാരണക്കാരായിട്ടുള്ള പെൻഷൻ പദ്ധതി പോലും അട്ടിമറിച്ചുകൊണ്ട് ഒരു 3 കോടി രൂപ സ്വന്തം അക്കൗണ്ടിലൂടെയും അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അക്കൗണ്ടിലൂടെയും മാറ്റിയിട്ട് ഇടതുപക്ഷ ചിന്താഗതിക്കാരനായിട്ടുള്ള ആ ഒരു വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്ന് മാറ്റിയിട്ട് പോലും അതിനെതിരെ ഒരു നടപടി സ്വീകരിക്കാത്ത ഒരു നഗരസഭയും അതിന് കൂട്ടുനിൽക്കുന്ന മറ്റുദ്യോഗസ്ഥരുമാണ് നിലവിലുള്ളത്. അതിനുശേഷം നമ്മൾ BJP അടക്കം ആ ഒരു പ്രതിഷേധം വളരെ ശക്തമായിട്ട് കൊണ്ടുവന്നെങ്കിലും അതിനുശേഷം കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് കോട്ടയം നഗരസഭയിലെ 211 കോടി രൂപയുടെ വലിയൊരു അഴിമതിയാണ് നടന്നിരിക്കുന്നത്. 211 കോടി രൂപ എന്ന് പറയുന്നത് ഞാനും ഈ നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ ഞങ്ങളടക്കമുള്ളവർ കരമടയ്ക്കേണ്ട പൈസ ഉൾപ്പെടെ അവരവരുടെ ആവശ്യാനുസരണം മറ്റ് രീതിയിൽ ചെലവഴിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനെ BJP ശക്തമായിട്ട് പ്രതികരിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കോട്ടയം നഗരസഭയിൽ ഈ ഒരു അഴിമതിയുടെ കാര്യത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും, അതായത് ഭരണകക്ഷിയായിട്ടുള്ള UDF-ഉം പ്രതിപക്ഷമെന്ന് അവകാശപ്പെടുന്ന LDF-ഉം ഈ ഒരു അഴിമതി രഹിതമായിട്ടുള്ള ഭരണത്തിന് പരസ്പരം കൈയടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഞങ്ങളുടെ 8 മെമ്പർമാർ അവിടെയുണ്ട്. ഈ 8 മെമ്പർമാർ മുഖേന പല കാര്യങ്ങളും സ്വാധീനിച്ചെടുക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക്, ഉദാഹരണത്തിന് വഴിവിളക്കുകളില്ലാത്ത നഗരസഭാ വാർഡുകൾ, നല്ല ഗതാഗത യോഗ്യമല്ലാത്ത റോഡുകളുള്ള വാർഡുകൾ, അതായത് 211 കോടി രൂപ നമ്മൾ പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ നിങ്ങളടക്കം ജാഗ്രത ന്യൂസ് അടക്കം പുറത്തുവിട്ടിരിക്കുന്ന ന്യൂസുകൾ വളരെ ഞെട്ടിക്കുന്നതാണ്. 211 കോടി രൂപ എന്ന് പറയുന്നത് ഒരു വ്യക്തി മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. കോൺഗ്രസിന്റെ ഗ്രൂപ്പിന് അതീതമായിട്ട് കോൺഗ്രസിന്റെ നഗരസഭയിലെ മുഴുവൻ കൗൺസിലർമാരും ഇതിൻ്റെ അകത്ത് പങ്കാളികളാണെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. ബഹുമാനായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം തന്നെ പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. ശക്തമായിട്ട് BJP ഇത്തരം ഒരു അഴിമതിക്കെതിരെ സമരമായിട്ട് രംഗത്ത് വരുമെന്ന് തന്നെ ജില്ലാ പ്രസിഡന്റ് അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ചൊവ്വാഴ്ച 21-ാം തീയതി BJP കോട്ടയം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ മാർച്ച് ചെയ്യുന്നുണ്ട്. ഈ മാർച്ചിൽ BJPയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അഴിമതി നിറഞ്ഞ കോട്ടയം നഗരസഭയിലെ മുഴുവൻ തെറ്റ് ചെയ്തിരിക്കുന്ന മുഴുവൻ ആൾക്കാരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് സാധാരണക്കാരുടെ കരമടച്ച പൈസയും വാടക കൊടുത്ത പൈസയും കുടിശ്ശിക നിവൃത്തിയില്ലാത്ത രീതിയിൽ പിരിച്ച് അവർ ഞങ്ങളെ പറ്റിച്ച പൈസയും അടക്കം പൊതുജനങ്ങളെ ദ്രോഹിക്കുന്ന ഈ നടപടിക്കെതിരെയാണ് BJPയുടെ സമരം. ഇത്
വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ഒരു അഴിമതി നിറഞ്ഞ നഗരസഭാ ഭരണമാക്കി മാറ്റിക്കൊണ്ട് BJP പൊതുജനങ്ങളെ സമീപിക്കും. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഇടതുപക്ഷക്കാര് ഈ 3 കോടി രൂപ നഷ്ടപ്പെട്ട് എന്ന് പറയുമ്പോഴും അദ്ദേഹത്തെ ഇന്ന് വരെ പിടിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുള്ള പോലീസ് സംവിധാനം. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ അഴിമതിയുടെ കാര്യത്തിൽ ഇവിടുത്തെ പോലീസും ഭരണക്കാരും ഇടതുപക്ഷത്തിന്റെ കൗൺസിലർമാരും എല്ലാം ഒരു നാണയത്തിന്റെ ഇരുവശമെന്ന് പറയാൻ പറ്റില്ല. ഒരു നാണയത്തിന് 3 വശമുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. അഴിമതി നിറഞ്ഞ കോട്ടയം നഗരസഭാ ഭരണം താഴെ ഇറക്കുക എന്നുള്ളതാണ് BJPയുടെ ഒന്നാമത്തെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള ഒന്നാമത്തെ പ്രതിഷേധമാണ് ചൊവ്വാഴ്ച നടക്കുന്നത്. മുഴുവൻ കുറ്റവാളികളെയും കോൺഗ്രസ് കൗൺസിലർമാരായിട്ടുള്ളവരും അതിന് കൂട്ടുനിൽക്കുന്ന ഇടതുപക്ഷ കൗൺസിലർമാരായിട്ടുള്ള മുഴുവൻ കുറ്റവാളികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നു പരസ്യമായിട്ട് ചെരുപ്പുമാലയിട്ട് ചാട്ടവാറിനടിക്കണമെന്നാണ് BJPയുടെ ആവശ്യം.